വാക്കുകൾക്ക് ആത്മാവ് പകർന്ന ഒരാൾ, ആ ആത്മാവ് സന്നിവേശിപ്പിച്ച വരികൾ മലയാളക്കരയാകെ ഈണത്തിൽ മൂളാറുണ്ട്. തൃശൂർ അക്കിക്കാവിൽ തുടങ്ങിയ പാട്ടെഴുത്ത് ഇന്ന് മലയാള സിനിമാ ഗാനമേഖലയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത് BK ഹരിനാരായണനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചാണ്. ഇന്നത്തെ വിഷുദിനം നമ്മൾ ആഘോഷിക്കുന്നത് തൃശൂർ അക്കിക്കാവിൽ വെച്ചാണ്, അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടൊപ്പം. സ്വാഗതം. ഒരു വിഷുക്കാലമാണ്, നമുക്കറിയാം. വഴിനീളെ കണിക്കൊന്നകൾ ഇങ്ങനെ പൂത്ത് കിടക്കുമ്പോൾ വിഷുക്കാലം എത്തിയെന്ന് പറയുന്നു. ആ വിഷുക്കാലം അതിനപ്പുറത്തേക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുറേ ഓർമ്മകളാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷു ആഘോഷിച്ച് വളരെ സമൃദ്ധമായി കണി കണ്ടുണർന്ന ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിക്കാലം ഓർമ്മകൾ അതൊക്കെ പിന്നീടുള്ള യാത്രയിൽ എത്രത്തോളം വലിയ പ്രചോദനമായിരുന്നു, അല്ലെങ്കിൽ അത് വരികൾക്കിടയിലൊക്കെ എത്രത്തോളം വന്നിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ വിഷുവും കണിക്കൊന്നൊന്നും എൻ്റെ പാട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ചോദിച്ച പോലെ ഇപ്പോൾ ഈ കണ്ട നാടാണ് എൻ്റെ നാട്. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ച് ജീവിക്കുന്നത്. ഈ സ്ഥലത്തിന് നമ്മൾ അക്കിക്കാവിൻ്റെ അടുത്ത് കരിക്കാട് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ കുറച്ചങ്ങോട്ട് നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു 400 മീറ്റർ അപ്പുറത്ത് പോയാലാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ CV ശ്രീരാമൻ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ പോയാലാണ് റഫീഖ് അഹമ്മദ് ഉള്ളത്. അങ്ങനെ കുറേ എഴുത്തുകാരുടെയും ഒക്കെ പഴയൊരു അങ്ങനെ ഒരു സാംസ്കാരിക തലം ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് വളർന്നതും ജീവിച്ചതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കണി കാണൽ ഉണ്ട്. ആ കണി കാണലുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൻപുറമായതുകൊണ്ട് കൊന്ന ധാരാളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ നമ്മളൊക്കെ ഏത് കാലത്തും കുട്ടികൾ ആഘോഷിക്കുന്ന പോലെ പടക്കം തന്നെയാണ്. ഇത്രയും ലെവലിലുള്ള ഇത്രയും പല മോഡലുകളിലുള്ള പടക്കങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും അന്നും പടക്കങ്ങളുണ്ടായിരുന്നു. പടക്കം പിന്നെ വിഷു സദ്യയൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങളൊക്കെ വിഷുവിൻ്റെ അന്ന് കഞ്ഞിയാണ് കുടിച്ചിരുന്നത്. പിന്നെ ഈ വിഷുവിന് ഡ്രസ്സ് തരുന്നൊരു പരിപാടിയൊന്നും ഇല്ല. അതൊരു കസ്റ്റമിൻ്റെ ഭാഗമല്ല. ഈ കൈനേട്ടം തരും, ഒരു 10 രൂപ കൈനേട്ടം തരുന്ന ഒരു രീതിയുണ്ട്. പിന്നെ പടക്കം പൊട്ടിക്കുന്നു. ഇതിലൊക്കെ അപ്പുറം നമ്മൾ വിഷു എന്ന് പറയുന്നത് ഏപ്രിൽ 14 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു മധ്യവേനൽ അവധിയുടെ ഒരു ഫസ്റ്റ് ഫേസാണ്. അപ്പോൾ എങ്ങനെ അമ്മയുടെ കസിൻസിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചില സമയത്തൊക്കെ വിഷു കഴിഞ്ഞ് പോവാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയുണ്ട്. എന്നാലും ചില സ്ഥലത്തൊക്കെ പോയി വന്ന് വിഷുവിൻ്റെ അന്ന് മിക്കവാറും വീട്ടിലും ഫ്രണ്ട്സും കളികളും തന്നെയാണ്. ഇപ്പം പിന്നെ അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയി. എന്നാലും ഒരു ആഘോഷം അങ്ങനെയൊന്നും ഇല്ല. ആഘോഷത്തിനേക്കാളധികം കളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഹരിയേട്ട ഇപ്പോൾ ഒരു 15 വർഷത്തിലധികമായി ഈ മലയാള സിനിമാ ഗാന രംഗത്താണ്. അപ്പോൾ ആ ഒരു കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. തുടക്കം മുതൽ ഇപ്പോൾ ഒടുവിൽ വാഴ 2 നിൽക്കുന്ന പാട്ട് നമ്മൾ ഇൻസ്റ്റ തുറന്നാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഈ പാട്ടുകളുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു 10-15 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വാഴയിലെത്തി നിൽക്കുമ്പോൾ ഈ എഴുത്തിലടക്കം വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമുക്കറിയാലോ ന്യൂ ജനറേഷൻ നമ്മളെ പോലെ പഴയ കാവ്യാത്മകമായി പറയുന്ന ആളുകളൊന്നുമല്ല. അവർ തോന്നുന്ന വരികൾ വേടനൊക്കെ ആണെങ്കിലും സുഹേൽ കോയക്കാണെങ്കിലും നമുക്കറിയാം അവരുടേത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ വരുന്ന ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ ട്രെൻഡ്. നമ്മൾ ഈ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു സിനിമയുടെ ഭാഗമായിട്ടൊരു പാട്ട് വരുമ്പോൾ പാട്ടൊരിക്കലും റിയലല്ല, അത് അൺറിയലാണ്. ഒരിക്കൽ MT സാറ് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭാസ്കരൻ മാഷോട് പാട്ടെഴുതി ഇങ്ങനെ നഗരമേ നന്ദിയിലോ മഞ്ഞണിപ്പൂ നിലാവൊറ്റ എഴുതുന്ന സമയത്ത് താന്നിയൂരമ്പലത്തിൽ എന്ന് പറയുന്ന പാട്ടെഴുതി കഴിഞ്ഞ് ഇങ്ങനെ സംശയത്തിൽ എന്താ വാസുവിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചു MT സാറിന്. അപ്പോൾ ഇങ്ങനെ എന്താ ഒന്നുമില്ല, ഈ താന്നിയൂരമ്പലം എവിടെയാണ് മാഷേന്ന് ചോദിച്ചു. വാസുവിൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലമാണെന്ന് തോന്നിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ എവിടെയാണെന്ന് കിട്ടുന്നില്ല, അങ്ങനെ തോന്നിയാൽ മതി, അങ്ങനെ ഒരു അമ്പലമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പാട്ട് എന്ന് പറയുന്നത്, എന്നിട്ട് MT സാറ് പറഞ്ഞ കാര്യം, പാട്ട് എന്ന് പറയുന്നത് അൺറിയലാണ്. കാരണം ഒരു നായകനും അല്ലെങ്കിൽ ഒരാളും
ഒരു കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ ആരാണെങ്കിലും പങ്കാളി ഒരു പ്രേമത്തിൽ ഒരു പങ്കാളി വിട്ടുപോകുമ്പോൾ നമ്മൾ പാട്ട് പാടുന്നില്ല. അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ പാട്ട് പാടുന്നില്ല. ഭർത്താവോ ഒരാളെ കൊന്ന് ജയിലിലേക്ക് പോകുമ്പോൾ ഭാര്യ പാട്ട് പാടുന്നില്ല. ഇത് ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പാട്ട് എന്ന് പറയുന്നത് അൺറിയലാണ്. എങ്കിലും ശരിയാണ്. നമ്മൾ ഈ ഒരു കാവ്യാത്മകമായിട്ടുള്ള പല രീതിയിലുള്ള കടന്നുപോകലുകൾ, ഇപ്പോൾ മുതുകുളം രാഘവൻപിള്ള ആദ്യത്തെ പാട്ട് എഴുതുന്ന ബാലനിൽ എഴുതുന്ന കാലം തൊട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് ചലച്ചിത്രഗാനം പോകുന്നത്. അപ്പോൾ ഇന്ന് കുറേ കൂടി നമുക്ക് ഈ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഓരോ ആളുകളുടെയും ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഭാഷയിൽ പാട്ടുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ നാടിൻ്റെയും ഭാഷയിലേക്ക് നമുക്ക് പാട്ടിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓരോ സമൂഹത്തിൻ്റെയും ഇതിലേക്ക് പാട്ടിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജാതി സമൂഹങ്ങളുടെ വാക്കുകളും ഭാഷകളും ഉണ്ട്. അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പം അത്തരത്തിൽ പാട്ടുകൾ, ഇപ്പോൾ റാപ്പ് മ്യൂസിക്കിന് കുറേ കൂടി പ്രാധാന്യം കിട്ടി. അതിരുകൾ ഇല്ലാതായിട്ട് പാട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ മാറും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടുകട്ടി മലയാളം ചിലപ്പോൾ നമുക്ക് ഉപയോഗിച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. സത്യം തന്നെയാണ്. പാട്ടിൽ മാത്രം ഒരു ഭാഷ ഉപയോഗിക്കുകയും സംസാര ഭാഷ വേറെയാവും. അതൊന്നുകൂടി അടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന. ഇത് എല്ലാ കാലത്തും പാട്ടിൻ്റെ 1938 മുതലുള്ള ചരിത്രമെടുത്ത് കഴിയുമ്പോൾ 90 വർഷത്തെ അല്ലെങ്കിൽ 90 വർഷത്തിനടുത്ത ചരിത്രമെടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ 10 വർഷത്തേക്കും 5 വർഷമൊക്കെ ഇങ്ങനെ പാട്ടുകൾ മാറിയിട്ടുണ്ട്. അത് ഓർക്കസ്ട്രേഷനിലാവും, അതിൻ്റെ രീതിയിലാവും, ട്രീറ്റ്മെൻറ്റിലാവും. ഇപ്പം അത് ഓരോ വർഷവും മാറുന്നുണ്ട്. ആ മാറ്റങ്ങളെ ഒരു 16 കൊല്ലമായിട്ട് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണോ? ചിലപ്പോൾ നമ്മുടെ ഭാവന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ, ഈവൻ നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിലും ആ പാട്ടുകൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് പാടുന്നുണ്ട്. ഇപ്പോൾ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു പ്രണയപ്രവാഹമായി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും പെട്ടെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കമ്പോസിഷനും അതിൻ്റെ വരികളൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതത്ര ലളിതമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയോ, ഇപ്പോഴത്തെ ഒരു ജനറേഷന്, അല്ലെങ്കിൽ ജനറേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഇപ്പോഴത്തെ ഒരു കാലത്ത്, ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഗ്യാപ്പിൽ, ഇപ്പോൾ എൻ്റെ അച്ഛൻ പോലും ഈ റീൽസ് കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മാറ്റുന്നൊരു കാലമാണ്. നമ്മൾ ഒരു 1.5 മിനിറ്റിലേക്ക് നമ്മുടെ ചിന്തയും ബോധ്യവും ധാരണകളും ഒക്കെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസുകളും അടിയിൽ പോകുന്ന സ്ക്രോളുകളും എല്ലാം വേണ്ടി വരും. കാരണം ഇത് ആളുകൾക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നിരൂപകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള, ഞാൻ സന്ദർഭവശാൽ PK രാജശേഖരൻ ഈ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ചർച്ചയിൽ പറഞ്ഞത്, ഇപ്പോൾ മലയാളിയുടെ ഒരു ബോധം എന്ന് പറയുന്നത് ഒരു സാധനം വായിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് മനസ്സിലാവണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാവാത്തത് അത് വിട്ടുകളയുന്നു എന്നുള്ള. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം സ്പീഡായി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ തന്നെ സ്ക്രോൾ ചെയ്യേണ്ട അവസ്ഥ വന്നു. ഹെഡ്ലൈൻസ് പലവട്ടം പറയേണ്ട അവസ്ഥ വന്നു. ഹെഡ്ലൈൻസും നോക്കിയിട്ട് ആൾക്കാർ വായിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ അത് ഈ പാട്ടിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കവിത എഴുതുന്ന പോലെ, ഒരു നോവൽ ചെയ്യുന്ന പോലെയല്ല. പാട്ട് എന്ന് പറയുന്നത് ഒരു ജനപ്രിയ ഘടകമാണ്. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തണം. അതൊരു പ്രോഡക്റ്റ് കൂടിയാണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സെല്ലിങ് വരുമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എങ്ങനെ വരും? ഇതിനു മുമ്പ് ഏതാണ് ഹിറ്റ് മാത്രം, ഇങ്ങനെ പലതും ശ്രദ്ധിക്കാം. അതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമാവുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു സമയത്ത് പാട്ടുകളുടെ ആയുസ്സും കുറവാണ്. ഇപ്പോൾ കുറച്ചൊരു 1-2 ആഴ്ചകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന പാട്ടുകൾ നമ്മൾ ഓർക്കും. പിന്നെ ഇത് അടുത്തത് വരുമ്പോഴത്തേക്കും പിന്നെ അതായി മുഴുവൻ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ മറവിയിലേക്ക് പോകുന്നുണ്ടോ പാട്ടുകൾ? ഉണ്ടാവും, തീർച്ചയായിട്ടും. പാട്ടുകൾ എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മളൊരു ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു ഇത് എല്ലാറ്റിലും ഉണ്ട്. ഇതിപ്പോൾ പാട്ടിലല്ല, വാർത്തയിലുണ്ട്, ന്യൂസിലുണ്ട്. ഈ ട്രെൻഡിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ വാക്കിൽ തന്നെ ഇതിൻ്റെ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 ദിവസത്തേക്കുള്ളതാണ്. ഇപ്പോൾ നമ്മളോടിപ്പോൾ വാഴയില പാട്ട് വരുമ്പോൾ ആളുകൾ പറയും ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും. ഇത് ശരിയായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് എടുക്കും, നമ്മളുടെ ഒരു ഓർമ്മയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ
ഒരു 15 ദിവസത്തിനപ്പുറം നിൽക്കുന്നില്ല ഒന്നും. ഇതും ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഇത് 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും പോകുമെന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന എല്ലാറ്റിനെയും ബാധിക്കും എന്ന് പറഞ്ഞ പോലെ പാട്ടിനെയും ബാധിക്കും. എന്നാൽ ഈ ഇൻസ്റ്റാ കാലത്ത് ഇപ്പോൾ ഔസേപ്പച്ച മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ ചില പാട്ടുകൾ മന്ദാരച്ചപ്പുണ്ടോ അങ്ങനെയുള്ള ചില പാട്ടുകളൊക്കെ ചിലപ്പോൾ ആ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തത് പെട്ടെന്ന് ഒരു ആൾ ഇൻസ്റ്റാ റീൽ ചെയ്തിട്ട് അതങ്ങോട്ട് പൊന്തി വരുന്ന ഒരു പ്രതിഭാസവും ഉണ്ടാവും. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറയുമ്പോൾ അഡ്വാൻറ്റേജസും പറയണം. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ വികൃതികളാണ്. അത്ര ഇപ്പോൾ ഹരിയുടെ കരിയറിൽ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഗോപി സുന്ദറിൻ്റെ പേര് അല്ലേ, ഉറപ്പായിട്ട് എടുത്ത് പറയണം. ആ ഒരു ഭയങ്കര ഒരു ഹിറ്റ് മേക്കിംഗ് കോംബോ, അതൊരു ഒരു കാലത്ത് ഭയങ്കര ഒരു 2014 ഒരുപാട് പടങ്ങളും അങ്ങനെയൊക്കെ ഭയങ്കര ആയിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കോംബോ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് എല്ലാ ആളുകളോടും ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണം. ഏത് സംഗീത സംവിധായകരോട് നമ്മൾ ചെയ്യുമ്പോഴും ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണം. അതല്ലാതെ ഒരു സവിശേഷമായൊരു കെമിസ്ട്രി ഈ രണ്ടുപേരും അതായത് ഹരിയേട്ടനും ഗോപി സുന്ദറായിട്ടും ഉണ്ടായിരുന്നോ? ഇത് നമ്മൾ ഒരുവിധം എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടും എല്ലാ ലിറിസിസ്റ്റുമാർക്കും ഒരു കെമിസ്ട്രിയും റാപ്പും ഒക്കെ ഉണ്ട്. ഇതൊരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിട്ട് കണക്റ്റഡ് അല്ല ഇത് ആക്ച്വലി. ഡെഫിനറ്റ്ലി ഗോപിച്ചേട്ടനായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഡെഫിനറ്റ്ലി ആദ്യത്തെ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ത്രില്ലറിലൊക്കെ എഴുതി വന്ന് ഞാൻ മിസ്റ്റർ ഫ്രോഡ് എന്ന് പറയുന്ന ഉണ്ണിസാറിൻ്റെ സിനിമയിലാണ് ഗോപിച്ചേട്ടനെ കാണുന്നത്. ഓലഞ്ഞാലിക്കുരുവി എന്ന് പറയുന്നതിലേക്ക് അദ്ദേഹമാണ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത്. ആ പാട്ട് ഹിറ്റാവുന്നു 1983. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ പാട്ടുകൾ ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു കാര്യം ഒരു പാട്ട് എഴുതി വിജയിക്കുമ്പോൾ ഒരു കോംബോ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും ആ മ്യൂസിക് ഫ്രട്ടേണിറ്റിയിൽ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്. തീർച്ചയായിട്ടും അത് ഇദ്ദേഹമായിട്ടുമുണ്ട്. പിന്നെ ഗോപിച്ചേട്ടൻ ആ സമയത്ത് എനിക്ക് കുറേ ഈ പാട്ട് വന്നുകൊണ്ട് ഞാനൊരു തുടക്കക്കാരനെ ആളുകളെ അറിയില്ല, പിന്നീടാണ് എല്ലാവരും അറിയുന്നത്. അന്ന് അദ്ദേഹം കുറേ പാട്ട് വന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഞാനൊരു മലയാള സിനിമയിൽ ഒരു 750 പാട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഒരാൾ കണക്ക് പറഞ്ഞത്. അതിലൊരു 200 പാട്ടെങ്കിലും ഗോപി സുന്ദറിൻ്റെ കൂടെ ചെയ്ത പാട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഹരിയണ്ണ കവിത എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്യൂണിനനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്താൻ വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മുടെ ഒരു ഫ്ലോ അല്ല അത്. അവരൊരു ട്യൂൺ ഇട്ടിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഭാവന സഞ്ചരിക്കണം എന്നുള്ളത് അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു? ഇത് യാദൃശ്യമായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടെ കുന്നംകുളത്ത് തന്നെ അവിടെ ഇട്ടിമാണി ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പോൾ അത് കുറച്ചും കൂടി ഞാനിപ്പോൾ അടുത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ഒരു കൂടിയിരിപ്പ്, അവിടെ നല്ല സുഖിയനും കിട്ടും, ലൈം ജ്യൂസും കിട്ടും. ഇതെൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഗിറ്റാർ വായിക്കുന്ന, പിന്നെ ഉദയേട്ടൻ, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഉണ്ണി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. ഉണ്ണി മ്യൂസിക് ഡയറക്ടറാണ്. ഉണ്ണിയുടെ ഒരു ആൽബത്തിൻ്റെ വർക്ക് അവിടെ നടക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ പെട്ടെന്നൊരു ട്യൂൺ ഉണ്ടാക്കി. ഞാനൊരു 4 വരി പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതവർക്ക് ഓക്കെ ആയിരുന്നു. അതങ്ങനെ അതൊരു പാട്ടിലേക്ക് എത്തി. ആ പാട്ട് അത് മുഴുവൻ എഴുതിയത് ഇവിടെ പഴഞ്ഞിയിൽ പള്ളിയുണ്ട്, ഓർത്തഡോക്സ് പള്ളി. ആ പള്ളിയുടെ പെരുന്നാളിൻ്റെ അന്ന് തലേന്ന് ഇരുന്നിട്ട് ആ പള്ളിയിൽ വെച്ചിട്ടാണ് പിന്നെ അത് എഴുതുന്നത്. ഒരു മാപ്പിളപ്പാട്ട് ആൽബമായിരുന്നു. ആദ്യം അതിന് പട്ടുറുമാൽ എന്ന പേരിടുകയും പിന്നെ അത് പൊന്നുറുമാലാവുകയും ചെയ്തു, ഈസ്റ്റ് കോസ്റ്റിൻ്റെ. അപ്പോൾ അതിൽ പിന്നെ 5 പാട്ട് എഴുതി. അവിടെ നിന്നാണ് അങ്ങനെ ഒരു പാട്ടെഴുത്തിൻ്റെ തുടക്കം. പിന്നെ ഉണ്ണിയും വളരെ പാഷനേറ്റായിട്ട് അദ്ദേഹം പിന്നീട് 1-2 സിനിമകളിലൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ പാഷനേറ്റായിട്ട് മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ മ്യൂസിക് അപ്പോൾ എങ്ങനെ ഓരോ ട്യൂൺ എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതാമോ എന്ന് എന്നോട് ചോദിച്ചു. ഓരോ ട്യൂൺ തരും, പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല. അങ്ങനെ എഴുതി എനിക്ക് തോന്നുന്നു ഒരു 100 പല്ലവിയൊക്കെ തമാശയ്ക്ക് എഴുതിയിട്ടുണ്ടാവും. സംഭവിച്ചതാ ഇതാണ് സത്യം പറഞ്ഞാൽ അതിലുള്ള എൻ്റെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. ഈണത്തിന് എഴുതുന്നത് ഒരു റിഥം ഇൻസ്ട്രുമെൻ്റ് മൃദംഗമൊക്കെ മുമ്പ് പഠിച്ചുകൊണ്ട് റിഥവുമായിട്ടൊരു കണക്ഷനുണ്ട്. അപ്പോൾ അത് കുറച്ചൊക്കെ സഹായിക്കും നമ്മളെ ഈ ഒരു എഴുതുന്നതിന്. പിന്നീടാണ് ഉണ്ണീഷ് സാറിൻ്റെ ത്രില്ലറിൽ ജയൻ എന്ന് പറയുന്ന, ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്ത, നമ്മൾ ജയൻ്റെ മരിച്ചുപോയി 2000 കോവിഡിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ സമയത്ത്. അങ്ങനെ ഉണ്ണിസാർ എന്നെ ഉണ്ണിസാറിൻ്റെ ഇതിലെഴുതുമ്പോൾ ഉണ്ണിസാർ ട്യൂണിന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ച് ട്യൂൺ തരികയാണ് ചെയ്തത്. ത്രില്ലറിലെ പ്രിയങ്കരി എന്ന് പറയുന്ന പാട്ടൊക്കെ അത് എഴുതാനുള്ളൊരു ഇന്ധനം എന്ന് പറയുന്നത് ഈ ഇതായിരുന്നു.
പിന്നെ അതങ്ങനെയാണ്. പിന്നെ ഞാൻ എഴുതി വന്ന പിന്നീട് എഴുതിയ 90% പാട്ടുകൾ ഈണത്തിനാണ്. പിന്നെ അതിപ്പോൾ ശീലത്തിൻ്റെ ഭാഗമായി. അത്രേ. നേരത്തെ പറഞ്ഞ പോലെ ഈ അക്കിക്കാവിന് എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? കാര്യം കുറേ ആളുകൾ എഴുത്തുകാർ, ഇപ്പോൾ റഫീഖ് സാർ അതിൻ്റെ തൊട്ടടുത്താണ്, CV ശ്രീരാമൻ സാറിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ദാ ഇവിടെയും. അപ്പോൾ ഈ മണ്ണിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഇങ്ങനെ ഒരു വളക്കൂറുള്ള മണ്ണാണോ എഴുത്തുകാർക്ക്? അടുത്തൊരു ഭാവിയിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിക്കോട്ടെ, ചരിത്രകാരന്മാരൊക്കെ. അങ്ങനെ ഉണ്ടോയെന്ന് അങ്ങനെയൊന്നും അതറിയില്ല നമുക്കത്. ഇവിടെ ഇപ്പോൾ ഐപ്പ് പാറമേൽ ഒക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ കുന്നംകുളം ചുറ്റിപ്പറ്റിയും കുറച്ച് അപ്പുറത്ത് പോയാലാണ് യൂസഫ് അലി സാറിൻ്റെ സ്ഥലം. TDR ഈ കുന്നംകുളത്തിൻ്റെ വേറൊരു സൈഡിലാണ് ഉള്ളത്. പിന്നെ ഈ പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സമയമാം രഥത്തിൽ നാഗേൽ സാഹിബ് ഇവിടെ വെച്ചാണ് എഴുതിയതെന്ന് പറയുന്നു. അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരമൊക്കെ ഇവിടെയാണ് ഉള്ളത്, കുന്നംകുളത്ത് തന്നെയാണ് ഉള്ളത്. പാട്ടിൻ്റെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ശാസ്ത്രജ്ഞനും പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ AI ഒക്കെ ഇങ്ങനെ വരുന്നു, ടൂൾ വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ BK ഹരിനാരായണൻ പാട്ടുകൾ എന്ന് ChatGPT അടിക്കുന്നു. അപ്പോൾ ChatGPT എനിക്ക് മുഴുവനായിട്ട് ജീവചരിത്രം തന്നു, എഴുതിയ പാട്ടുകളൊക്കെ തന്നു. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു സജഷൻ, ഹരിനാരായണനെ പോലെ പാട്ടുകൾ വേണമെങ്കിൽ ഞാൻ എഴുതിത്തരാം. അതെ. അപ്പോൾ ഭാവിയിൽ അങ്ങനെ ഹരിനാരായണൻ വേണ്ട, ഞാൻ എഴുതിത്തരാം എന്ന് ChatGPT പറയുന്ന ഒരു കാലത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അത് വരട്ടെന്നേ, അങ്ങനെ ഒരു കാലം വരട്ടെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പം അതങ്ങനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ആരോ പറഞ്ഞു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തരും. പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ChatGPT എഴുതുകയാണെന്ന് വിചാരിക്കുക, എനിക്കും സുഖമല്ലേ, ഞാനതുപോലെ പാട്ട് കൊടുത്തിട്ട് തിരിച്ചവർക്ക് കൊടുത്താൽ മതിയല്ലോ. ഹരിനാരായണനെ പോലെ എഴുതി തരൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അതെഴുതി ഓക്കെ ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 വരി തിരുത്തിയിട്ട് എനിക്ക് കൊടുക്കാമല്ലോ. ആ ഒരു സാധ്യതയുണ്ട്, വലിയ സാധ്യതകളാണ്. അപ്പം ഇനി സിനിമയിലേക്ക് തന്നെ വരുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഗീതമാണ് അല്ലേ. നമ്മളൊരു വീട്ടിലൊക്കെ ഇരുന്ന് എഴുതുന്ന വരികൾ അത് നമുക്കറിയില്ല, നാളെ എത്രയോ ആളുകൾ ഹൃദയത്തിലേറ്റുന്ന വരികളായിരിക്കും. ലൈലാകം പോലെ, ഓലഞ്ഞാലിക്കുരുവ് പോലെ, ചെറുമഷിത്തണ്ട് എന്നുള്ള പ്രയോഗമൊക്കെ പോലെ. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നമ്മൾ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ വിളിക്കും, ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് എഴുത്ത് വരാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഒരവസ്ഥ ഉണ്ടാവോ? ഒരു വലിയ കാലത്തേക്ക് അല്ലെങ്കിലും ചെറിയ സമയത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഇത് മറികടക്കുക എന്നുള്ളതാണല്ലോ ആ സമയത്തൊരു ടാസ്ക്. നമ്മൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മളിത് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുമോ, ജനങ്ങൾ ഏറ്റെടുക്കുമോ, പാട്ട് ജീവിക്കുന്നത് ശ്രോതാക്കളുടെ മനസ്സിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു സംവിധായകനും സംഗീത സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടായിരിക്കും. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഓപ്ഷൻസ്, ഇതിനിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടാലും ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനം ഇവർക്ക് അത് വർക്കൗട്ട് ആവുക എന്നുള്ളതാണ്. അതാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതവണ എഴുതലും മാറ്റലും തിരുത്തലും ഒക്കെ വേണ്ടി വരും. VC ബാലകൃഷ്ണ പണിക്കരുടെ വരിയിൽ സാരാനർഘപ്രകാശ പ്രചുരുമ പുരളും ദിവ്യരത്നങ്ങളേറെ പാരാവാരത്തിനുള്ളിൽ, പ്രചുരിമ തിരളും ദിവ്യരത്നങ്ങളേറെ പാരാവാരത്തിനുള്ളിൽ, പരമിരുൾ നിറയും കന്തരത്തിൽ കിടപ്പു. അതിൽ ചിലതാണ് കേൾവിപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലത് വർക്കൗട്ടാവും. അപ്പോൾ നമുക്ക് പറയാം ഇത് എന്തുകൊണ്ട് വർക്കൗട്ടായെന്ന് നമുക്കും പറയാൻ പറ്റില്ല. അതാ ചില കോമ്പിനേഷൻസിൽ അങ്ങനെ. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അതാണല്ലോ ഇതിൻ്റെ ഒരു മാജിക്ക്. എന്തുകൊണ്ട് വർക്കൗട്ടായി എന്ന് അറിയുമെങ്കിൽ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരത് തന്നെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ അതും ഈ ഹിറ്റുകൾക്കൊരു നിയതമായ കോംബോ ഒന്നുമില്ല, ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടലുകൾക്ക്, ഹിറ്റുകൾക്ക് എന്തെങ്കിലും ഒരു കോംബോ ഉണ്ടെങ്കിൽ അത് ഒരു തവണ ചെയ്ത ആൾക്കാർ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കില്ലേ? അത് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മാജിക്ക്. നമ്മൾ 3 കളി നന്നായിട്ട് പെർഫോം ചെയ്ത് സഞ്ജു സാംസൺ മാൻ ഓഫ് ദ സീരീസ് ആയിട്ട്, പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ട് വന്നിട്ട് അടുത്ത് ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന 3 ഇത് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ സെഞ്ചുറി അടിക്കുന്നു. ഇതെല്ലാം സഞ്ജു സാംസൺ അറിയുമെങ്കിൽ ഈസി ആയിട്ട് അതിന് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു മാജിക് എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. മക്കളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കാൻ പാടില്ല, എന്നാലും എഴുതിയ വരികളിൽ അല്ലെങ്കിൽ എഴുതിയ പാട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു മോസ്റ്റ് ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ അങ്ങനെ. ഇതൊരു ഡിപ്ലോമാറ്റിക് ആൻസർ അല്ല. ഒരു സമയത്ത് ഇതുപോലെ ഒരു ഈണം തന്നിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറും തിരക്കഥാകൃത്തും ഡയറക്ടറും ഒക്കെ ഇരിക്കുന്നിട്ട് അവർ നമുക്കൊരു ട്യൂൺ തന്നിട്ട് എഴുതി തരാൻ പറയുമ്പോൾ നമ്മൾ
അത്രയും ഞാനെന്നല്ല ഏത് പാട്ടെഴുത്തുകാരനും അയാളുടെ 100% ആ സമയത്ത് കൊടുത്തിട്ടാണ്. ഒരു സമയബന്ധിതമായിരിക്കും, ഒരു വ്യക്തിക്കും ക്രിയേറ്റിവിറ്റിയുടെ പരിമിതി ഉണ്ടായിരിക്കും, അതൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഇത് എഴുതുന്നത്. അങ്ങനെ എഴുതി ചിലത് ചിലപ്പോൾ വരും, ഹിറ്റാവും, ചിലത് ചിലപ്പോൾ വരില്ല, എഴുതിയ പാട്ട് ചിലപ്പോൾ വർക്കൗട്ട് ആവാതെ മാറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിലൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറയാൻ പറ്റാത്തത്. നമ്മൾ എഴുതുന്നതൊക്കെ പ്രിയപ്പെട്ട് തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു വാണിജ്യ താല്പര്യം, അപ്പോൾ ഒരു കലാകാരൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇത് തമ്മിൽ എന്തൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്? അതായത് ചില വരികളൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്കത് ഭയങ്കരമായി ഹൃദയത്തിൽ കൊണ്ട വരികളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് അത് മോസ്റ്റ് ആപ്റ്റ് ആണെന്ന് തോന്നിയ വരികളായിരിക്കും. പക്ഷേ അതൊരു പാട്ടിൻ്റെയും ആ ഒരു ശൈലിക്കും ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജീവാംശമായി എന്ന് തുടങ്ങുന്ന പാട്ട്, അവിടെ ഇന്ന് നമുക്ക് ആ ജീവാംശത്തിന് പകരം എനിക്ക് വേറൊരു വാക്കും അവിടെ വയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ജീവാംശം എന്ന് പറഞ്ഞൊരു പാട്ട് തുടങ്ങുന്നതിൽ ഇങ്ങനെ അതൊരു ട്യൂണം ഒന്നും ആവുന്നതിന് മുമ്പേ ആലോചിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പന്തികേട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ പാട്ടായി കഴിഞ്ഞപ്പോൾ അതിനൊക്കെ മാറ്റേണ്ട ആവശ്യമില്ല, അവിടെ വേറെ വാക്കില്ല അതിന് ആപ്റ്റായിട്ട്. അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? അല്ല, ഇത് രണ്ട് രീതിയിൽ തന്നെ എടുക്കാം. ഇപ്പോൾ ജീവാംശത്തിന് അന്ന് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞതാണ്. ജീവനാംശം എന്ന് അതിൽ കേട്ട ആർക്കോ തോന്നി, അത് മാറ്റണം എന്ന് പറഞ്ഞു. അവസാനം അത് ജീവാംശം തന്നെ വന്നു. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേ നമുക്കിത് പാട്ട് എഴുതാൻ വരുമ്പോൾ ബോധ്യമുണ്ട്. ഗാനരചന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ലൈഡ് ആർട്ടല്ല, നമ്മളൊരു കവിത എഴുതുന്ന പോലെയല്ല. അപ്പോൾ അവിടെ ഒരു പരിധിവരെ ഒരു ഗ്രൂപ്പ് സംഘകലയാണ്. പിന്നെ അതൊരു പ്രൊഫഷനാണ്, നമ്മളൊരു തൊഴിലാണ്. അപ്പോൾ നമ്മളൊരു പൈസ വാങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നത്, അതിൻ്റെ തൊഴിലിൻ്റെ ശമ്പളം. അപ്പോൾ നമ്മളവിടെ ആ സംവിധായകന് വേണ്ടത്, സംഗീത സംവിധായകന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മളുടെ ഒരൾട്ടിമേറ്റ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെയും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ അപ്പുറത്ത് അവിടെ വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഹിറ്റാവുന്നുണ്ട്, അതൊക്കെ വേറെയാണ്, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പം നമ്മുടെ ഒരു ബോധ്യങ്ങളതിൽ പ്രവർത്തിക്കും. അങ്ങനെ എഴുതിയാൽ ശരിയല്ല എന്ന് നമ്മൾ പറയും, പക്ഷേ ഇത് ഇങ്ങനെയാണ് വേണ്ടത്, തെറ്റെഴുതാതിരിക്കാൻ ശ്രമിക്കുക, ബാക്കി അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം വളരെ മനോഹരമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മുൻപായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ആധുനികതയും നഗരവൽക്കരണമൊക്കെ എത്തിത്തുടങ്ങിയ ഒരു സ്ഥലമാണ്. പക്ഷേ കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ക്ഷേത്രം, ഒരു ക്ഷേത്രക്കുളം, നാട്ടിട വഴികൾ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇൻസ്പയർഡ് ആവും നമ്മൾ വിചാരിക്കാം. നമ്മൾ MTയുടെ കഥകളിലൊക്കെ കാണുമ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന വഴികളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറേ വഴികൾ, നാട് ഒക്കെ പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ പുന്നയൂർക്കുളത്തെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരാളിനെ ആ ഒരു പ്രകൃതി, അവർ ജനിച്ചു വളർന്ന ഒരു സ്ഥലം, അതൊക്കെ വല്ലാണ്ട് സ്വാധീനിക്കും. എഴുത്തിലാണോ എന്നറിയില്ല, പക്ഷെ ആ ഒരു മനുഷ്യനെ എന്തായാലും സ്വാധീനിക്കും. അങ്ങനെ ഒരു സ്വാധീനം ഈ അക്കിക്കാവ് എത്രത്തോളം ചെലുത്തിയിട്ടുണ്ട്? നമ്മളിപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ പഞ്ചായത്ത് റോഡും, കാരണം എല്ലാ വീട്ടിലും വാഹനങ്ങളായി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ നമുക്ക് വരണം. നമ്മൾ ചില സ്ഥലങ്ങളെ മാത്രം അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അക്കിക്കാവ് കരിക്കാട് എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന് ഇപ്പോഴും ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനങ്ങനെ യാത്ര പോകാൻ അല്ലാതെ ഒരു ട്രക്കിംഗ് പോയി കളയാം എന്നൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. നല്ല മടിയുള്ള ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ആവശ്യങ്ങളുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടൊക്കെ പോയെങ്കിൽ പോയി. അതല്ലാത്ത സമയത്ത് മുഴുവൻ ഇവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെൻ്റെ മടിയായിട്ട് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അപ്പം ഞാൻ അവരോടൊക്കെ വളരെ തന്ത്രപരമായിട്ട് പറയുന്നൊരു ഇതെന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ നാട് കണ്ട് മതിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ നാട്, പക്ഷെ അതൊരു എൻ്റെ മടിയുടെയാണ്, പക്ഷേ അതെൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെയും കൂടി ഒരു തലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ട് ശീലിച്ചത് ഏറ്റവും അധികം ഇവിടെയുള്ള ആളുകളെയാണ്. ഞാൻ ഏറ്റവും കണ്ട് മനസ്സിലാക്കിയത് ഇവിടുത്തെ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ലോകം കാണുന്നുണ്ടാവുക. തീർച്ചയായിട്ടും അതിൻ്റെ സ്വാധീനം, ഞാൻ പഠിച്ചത്, ഞാൻ വളർന്നത് ഒക്കെ ഇവിടുന്നല്ലേ. അപ്പോൾ ആ സ്വാധീനം ഏതൊരു വ്യക്തിയും പോലെ എനിക്കും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഹരിയുടെ ഒരുപാട് സൗഹൃദ വലയങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഈ ഫ്രണ്ട്സ് കൂടെ ഇരിക്കുമ്പോൾ അവർ ഈ പാട്ടിനൊക്കെ വിമർശിക്കാറുണ്ടോ? അത് എഴുതിയത് ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ടോ? തീർച്ചയായിട്ടും. അതൊക്കെ ഞാൻ എഴുതുന്ന കവിത മുഴുവൻ നന്നായിട്ടില്ലടാ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഇപ്പോൾ എവിടെയല്ല ജീവിക്കുന്നതല്ലോ. അത് പാട്ടാണെങ്കിലും അങ്ങനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഭാഗ്യമല്ലേ, അതിനെ നമ്മൾ രണ്ടായിട്ട് എടുക്കണ്ട. അതങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ
പണ്ട് ഞാൻ എഗെയിൻ ക്രിക്കറ്റിലേക്ക് തന്നെ അതുവരെ എനിക്ക് ഈ വിമർശനങ്ങൾ പ്രശ്നമായപ്പോൾ ഈ ശിഖർ ധവാൻ എന്ന് പറയുന്ന ഒരു കളിക്കാരുണ്ടല്ലോ, രോഹിത് ശർമ്മയുടെ കൂടെ തുടങ്ങിയ ആളാണല്ലോ ശിഖർ ധവാൻ. ഇങ്ങനെ ഈ ശിഖർ ധവാൻ പുൾ ഷോട്ട് പ്രശ്നമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശിഖർ ധവാൻ കുറേ ട്രൈ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് ഒരാൾ ശിഖർ ധവാനോട് ഈ പുൾ ഷോട്ട് പ്രശ്നമാണ്, പുൾ ഷോട്ട് എഡ്ജ് ചെയ്ത് പോകുന്നു. അപ്പോൾ പിന്നെയും ശിഖർ ധവാൻ അതന്നെ കളിക്കുന്നു. അപ്പോൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, മറ്റേ ഞാൻ തിരുത്താനും നോക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റും ആ പറയണ പോലെയാണ് ഇത്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു വഴിയിലല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറ്റുന്നതൊക്കെ തിരുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും. പിന്നെ ഈ ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുമ്പോഴും ഉദാഹരണമായിട്ട് ക്രിക്കറ്റിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇങ്ങനെ പറമ്പുകളിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്ന ആളാണോ? ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, കളിച്ചതിനേക്കാളധികം ക്രിക്കറ്റ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതും മടിയുടെ ഭാഗമാണോ? ഒരുപക്ഷെ സത്യമായിരിക്കാം, അത് കാണാൻ അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ കോൺഫിഡൻസൊക്കെ പല സമയത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓക്കോടെ എന്ത് മണ്ടത്തരാന്ന് വിചാരിക്കുമെന്നറിയില്ല, എന്നാൽ പോലും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് അല്ലേ അതിനകത്ത്? അതായിരിക്കാം. ഫുട്ബോളും കാണാറുണ്ട്, പക്ഷെ അതിലധികം ഫുട്ബോൾ കാണുകയും ഞാൻ വേൾഡ് കപ്പ് കാണാനൊക്കെ പോയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ല ഖത്തറിൽ നടന്നപ്പോൾ. പക്ഷേ അതിലും അധികം ക്രിക്കറ്റ് കുറെ കൂടി എന്നെ ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ട്, സ്വന്തം ഹെൽപ്പ് ചെയ്യിക്കുന്നുണ്ട്. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ക്രിക്കറ്റ് പണ്ഡിതനാണെന്നോ ക്രിക്കറ്റ് അങ്ങനെ ആധികാരികമായിട്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരാളാണോ എന്നൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ക്രിക്കറ്റ് എന്നെ സ്വാധീനിക്കാറുണ്ട്. നമ്മൾ ഹരിയേട്ടൻ നേരത്തെ പറഞ്ഞു യാത്രയൊന്നും ഇഷ്ടമല്ല, അങ്ങനെ പോകാൻ താല്പര്യമില്ല. ഇപ്പോൾ പൊതുവേ ആളുകളൊക്കെ ഒന്ന് ഡൗൺ ആവും, ലൈഫ് നമ്മൾ പലതരത്തിൽ പരീക്ഷിക്കുമല്ലോ. ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് കിടക്കണം, ഒന്ന് ഫ്രഷ് ആവണമെന്നൊക്കെ തോന്നുമ്പോൾ യാത്രകളാണ് മെജോറിറ്റി ആൾക്കാർക്കും ഇഷ്ടമാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ, ലൈഫ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക? ഈ വീട്ടിൽ നമ്മളിരിക്കുന്ന ഈ സോഫയിൽ ഇങ്ങനെ ഒരു തലേണയും വെച്ച് കിടന്നുറങ്ങുന്നതിനോളം സന്തോഷമുള്ളൊരു കാര്യം ഇല്ല. ഒരു ക്രിക്കറ്റ് മാച്ചും ഉണ്ടെങ്കിൽ അതിലും സന്തോഷമായി. അതാണ്, അല്ലെങ്കിൽ വല്ല പുസ്തകം വായിക്കുക. എന്നാൽ ഇതാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അത് വെച്ചാണ് ഓവർകം ചെയ്യുക. അല്ലാതെ എനിക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അതൊരു ട്രിപ്പ് ചെയ്തിട്ടോ ഒന്നും ഇനിയിപ്പോൾ അങ്ങനെ വരുമോയെന്ന് എനിക്കറിയില്ല. എനിക്കിതാണ് ഏറ്റവും കംഫർട്ട്. ഇവിടെ കിടന്നുറങ്ങുന്നതിനോളം സന്തോഷമുള്ളൊരു കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു കാണും, ഇപ്പം ഹരിയേട്ടൻ സംസാരിക്കുമ്പോഴും ഗിരീഷേട്ടനെ ഓർമ്മിപ്പിക്കുന്നു, പിന്നെ ചില എഴുത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു, അങ്ങനെയുള്ള കമൻസൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറ്? ഒരു ലെജൻഡറി, നമ്മളൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിൽ ആരാധിക്കുകയും എപ്പോഴും ഗിരീഷേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും എന്താ പറയുക, ഇന്നലെ കേട്ട പോലെ അല്ലെങ്കിൽ എന്നും വീണ്ടും വീണ്ടും എടുത്ത് കേൾക്കാൻ തോന്നുന്ന പാട്ടുകളാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനായിട്ട് വരുന്ന താരതമ്യമൊക്കെ സന്തോഷിപ്പിക്കാറുണ്ടോ? തുമ്പപ്പൂവിനെ നക്ഷത്രത്തോട് താരതമ്യം ചെയ്യരുത്. എളിമയല്ല, എളിമ വാരി വിതറിയതല്ല. ഗിരീഷ് പുത്തഞ്ചേരി ഇവിടെ ചെയ്തത് മുഴുവൻ നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹം സ്വാധീനിക്കപ്പെട്ട ഒരു തലമുറയുണ്ട് ഇവിടെ. അദ്ദേഹം ചെയ്ത പാട്ടുകളെ നെഞ്ചിലേറ്റുന്ന ആരും ആരെയായിട്ടും കമ്പയർ ചെയ്യപ്പെടേണ്ടതല്ല എന്നാണ് താരതമ്യം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വലാണ്. അത് അത്രയും പ്രതിഭയായിട്ടുള്ളൊരു, നമുക്കൊക്കെ അറിയുന്നൊരു, ഏതൊരു പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതാണ്. ഞാൻ അങ്ങനെയൊന്നുള്ള ഒരാളല്ല, അത് വേറെ തന്നെയാണ്. വാക്കുകൾ ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സരസ്വതി കടാക്ഷമാണ് എന്ന് പറയും, വിദ്യാലക്ഷ്മി കടാക്ഷമാണെന്നൊക്കെ പറയും. അപ്പോൾ അതൊരു എങ്ങനെയാണ് നമ്മൾ വായനയിലൂടെ ആർജിച്ചെടുക്കുക? അതൊരു മനുഷ്യന് അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇങ്ങനെ വരികയാണോ? എങ്ങനെയാണ് ഈ ഒരു വാക്കുകളെ അതിങ്ങനെ ഭംഗിയായിട്ട് അടുക്കി വെച്ച് അതിങ്ങനെ ജീവനുള്ളൊരു ആത്മാവായിട്ട് ഇങ്ങനെ രൂപപ്പെടുമ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നതാണ്? എനിക്കും കൂടുതലായിട്ട് അറിയില്ല. ഇത് ഇപ്പോൾ എൻ്റെ ചെറിയച്ഛന്മാരാണ് വായന എന്ന് പറയുന്ന ഒരു സാധനം. എനിക്ക് 4 ചെറിയച്ഛന്മാരുണ്ട്, അച്ഛൻ്റെ അനിയന്മാർ. അവരൊക്കെ നന്നായിട്ട് വായിക്കുന്നവരാണ്. ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി, 3 പേരാണുള്ളത്. പിന്നെ അച്ഛൻ്റെ ഒരു കസിൻ, ഞങ്ങളെ കോപ്പോൾ എന്ന് വിളിക്കുന്നത്. ഇവരാണ് എൻ്റെ വായനയെ സ്വാധീനിപ്പിച്ചത് ചെറുപ്പത്തിൽ. അന്ന് വീട്
കുറച്ചുകൂടി കൂട്ടുകുടുംബമായിരുന്നു, ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, കുറച്ച് അപ്പുറത്തായിരുന്നു. അവിടെ പുസ്തകങ്ങൾ, കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പുസ്തകങ്ങൾ വായിച്ചത്. ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നതും, ഞാൻ ആദ്യം വായിച്ചത് കിനുഗോയാലത്തെരുവ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. പിന്നെ കവിതകൾ വായിക്കുന്നതും, ശങ്കരക്കുറുപ്പിൻ്റെ തിരഞ്ഞെടുത്തത്, ബഷീറിനെ വായിക്കുക, MTയുടെ പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ അവിടെ നിന്നാണ്. അത് തന്നെയാണ് എന്നെ എൻ്റെ ഒരു വായന ഇതാക്കിയത്. അതുപോലെ തന്നെയാണ് ആ സമയത്ത് അവർക്ക് കുറേ ഈ സംസ്കൃത വൃത്തത്തിലുള്ള പദ്യങ്ങളെയാണല്ലോ നമ്മൾ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നെ അവരാണ് പഠിപ്പിച്ചിരുന്നത്. അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻ്റർസോണിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്ലോകം ചൊല്ലി നിർത്തി. ഈ ശ്ലോക പഠനം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുകയാണ് അതാണെന്നുള്ളത്. അപ്പോൾ ഈ ശ്ലോകങ്ങളിലൊരു വാക്കുകൾ ഇങ്ങനെ പ്രത്യേക രീതിയിലായി അടക്കി വയ്ക്കുകയാണ്. ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കുക, അർത്ഥം അറിഞ്ഞിട്ടായിക്കൊള്ളണമെന്നില്ല. ഇതൊരു പക്ഷേ എന്നെ സഹായിച്ചിട്ടുണ്ടാവും വാക്കുകളിലൊരു ഇത് വരുമ്പോൾ. പിന്നെ ഈ വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു രസമുള്ള വാക്കുകൾ കോയിൻ ചെയ്യൽ, ഇതൊക്കെ വന്ന് പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മൾ സിനിമാ പാട്ടിൻ്റെ ഭാഗമാവുമ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഇപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരുടെയും പ്രൊഫഷൻ ഇതാണ് എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ആ പ്രൊഫഷന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. വാക്കുകൾ കണ്ട ഇതാക്കുക. ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ ഇങ്ങനെ എന്താണ് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വയലാറിനെ പറ്റിയിട്ടും അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാനങ്ങനെ എഴുതി വയ്ക്കലൊന്നുമില്ല, എന്നാലും അത് നമ്മുടെ ഒരു ഉള്ളിൽ വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ ഈ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ പുഴ പോലെ വാക്ക് ഒഴുകുന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു ട്യൂണിന് പാട്ട് വരുമ്പോൾ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് എഴുതുന്നത്. ഈ എഫേർട്ട് ആളുകൾ കാണുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊഫഷൻ മാറുമ്പോൾ അപ്പോൾ നിങ്ങളിലുള്ള ഓരോരുത്തരുടെയും സ്വാധീനിക്കുന്ന പോലെ എന്നെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാട്ട് നോവലിലേക്ക് വരാം. കുന്നംകുളം താജ്മഹൽ 5ാം പതിപ്പായി അല്ലേ? മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പാട്ട് നോവൽ എന്നുള്ളൊരു സങ്കല്പം തന്നെ തുടങ്ങി വെച്ചത് താങ്കളായിരിക്കും. അതിന്റെ ഉപജ്ഞാതാവ് ആരെന്നൊക്കെ നമുക്ക് ഭാവിയിൽ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നത് പോലെ ഇതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, പാട്ട് നോവൽ എന്ന് പറയുന്ന ഒരു കോയിനിങ് തുടങ്ങി വെച്ചത് ഞാനായിരിക്കും. പക്ഷേ നമുക്കിവിടെ പാട്ട് നോവൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് കഥകൾ പറഞ്ഞിരുന്നത് മുഴുവൻ പാട്ടിലാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് പറയുന്നത്. അതിലൊരു കഥയാണ് പറയുന്നത്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ട് ബദറുൽ മുനീറും മുസനുൽ ജമാലാണെങ്കിലും അദ്ദേഹം കഥ പറഞ്ഞത് പാട്ടിലാണ്. ഇനി എനിക്ക് ഏറ്റവും തോന്നിയൊരു നമ്മുടെ ഇവിടുത്തെ പാട്ട് നോവൽ, ആ പേരങ്ങനെ ഇട്ടില്ലെങ്കിലും നമ്മുടെ വടക്കം പാട്ടാണ്. ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച എന്ന് പറയുന്നത് അത് പാട്ടായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ പാട്ടിലൊരു കഥ എഴുതി, കുന്നംകുളം താജ്മഹൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനെ ഈ ഒരു കാലത്ത് കോയിൻ ചെയ്തെടുത്തപ്പോൾ ഞാൻ പാട്ടുകഥ, പാട്ടാഖ്യായിക, പദ്യാഖ്യായിക എന്നൊക്കെ പലതും ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരു പാട്ട് നോവൽ എന്നുള്ളൊരു കോയിനിങ് ഇഷ്ടപ്പെട്ടു, അത് കോയിൻ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ വരുമ്പോൾ പാട്ട് നോവൽ എന്നൊരു കോയിനിങ് ആദ്യം സംഭവിച്ചത് ഇതിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. 6ാം പതിപ്പ് ഉടനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. 5ാം പതിപ്പ് കഴിഞ്ഞ് 6ാം പതിപ്പ് ഉണ്ടാവും. അപ്പോൾ ഹരിയേട്ട ഒരുപാട് പാട്ടുകൾ ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ പുറത്തു പാടാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ബാത്റൂമിലെങ്കിലും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എഴുതി വിട്ട ആളെന്ന രീതിയിൽ ആ പാട്ട് അവിടെ നിന്ന് കേൾക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്. ബാത്റൂമിലോ? അല്ലല്ല, ഞാനും ഈ എഴുതി വിട്ട എല്ലാ പാട്ടുകളും ബാത്റൂമിൽ പാടുന്നുണ്ട്. നമ്മളൊക്കെ ബാത്റൂം സിംഗേഴ്സാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോഴേ, ഇപ്പോൾ ഒരു പാട്ട് പാടി മോശമായി പാടിയാലും അത്ര വലിയ പ്രശ്നമില്ല. ഞാൻ പാട്ട് പാടി മോശമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാടാ സ്വന്തം പാട്ട് തന്നെ നശിപ്പിക്കണേ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒരു ആവേശത്തിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ മറ്റേ പാട്ട് പാടിയാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസുകൾ ഭീകരായിരിക്കും. പാട്ടോ അതുവരെ എഴുതും ആളുകൾ. അതായത് പാട്ടോ അല്ല, അത്രയും നേരിടാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കരുത്. അമ്മ കുറച്ചൊക്കെ പാടും, പക്ഷെ ഞാനങ്ങനെ അധികം പാടുന്ന ഒരാളല്ല. പാടും
വീട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാടും, ബാത്റൂമിലൊക്കെ പാടും. പക്ഷേ അതല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ പാട്ട് പാടി നശിപ്പിക്കുന്നതിനോട് ചെറിയൊരു യോജിപ്പില്ല. നമ്മുടെ കുട്ടി തന്നെയല്ലേ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അമ്മയാണ് കുറച്ചൊരു വീട്ടിൽ. ഇപ്പം എൻ്റെ വീട്ടിൽ പാടുന്ന ഒരാൾ, അമ്മയുടെ ഫാമിലിയിലുള്ള എല്ലാവരും പാടുന്നവരാണ്, അമ്മയുടെ ചേച്ചിമാരും ഒക്കെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പാടുന്ന ഒരാൾ അമ്മയാണ്. പക്ഷെ എൻ്റെ പാട്ട് അമ്മ പാടാറില്ല. ഇപ്പൊ സ്വന്തം രചനയെ വികലമാക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിരകളിൽ സംഗീതം നൽകിയ ഒരാളുണ്ട്, അമ്മ. അപ്പൊ നമുക്ക് അമ്മയെ കൂടെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. അമ്മയുടെ കുറച്ച് പാട്ട് കേൾക്കാൻ പറ്റുമോ, കുറച്ച് വിശേഷം അറിയാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. സോ അമ്മ, അപ്പോൾ നമ്മൾ ഈ പറയുമ്പോഴേ ഹരിയേട്ട പാട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ടത് വേറൊരു വേർഷനാണ്. അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു വേർഷൻ ഉണ്ടല്ലോ ഇവിടെ. എങ്ങനെയായിരുന്നു ഈ കുഞ്ഞുനാളിലൊക്കെ? ഒരു ഭയങ്കര കുറുമ്പുള്ള ഒരു വികൃതിയ കുട്ടിയായിരുന്നോ? അല്ല അല്ല, സൈലന്റ് ആയിരുന്നു. അതെ, വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ല. ഒരു ഇല്ല, ഭക്ഷണത്തിനോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഈ കുഞ്ഞുനാളിൽ അത് വേണം ഇത് വേണം അങ്ങനെ വാശി പിടിച്ചു? ഇല്ല, കുറവാ. പുതിയ സാധനങ്ങൾ കിട്ടിയാൽ അധികം മോഹം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വില കൂടിയതൊന്നോ കുറഞ്ഞതൊന്നും ഇല്ല, പുതിയതായ അധികം മോഹം. ശരി. അപ്പൊ അമ്മയെ വലിയ ബുദ്ധിമുട്ടിക്കാത്ത മകനായിരുന്നു. അതെ. അപ്പം ഹരിയേട്ടന്റെ സഹോദരിമാരുണ്ടായിരുന്നില്ല, അവരായിരുന്നോ ബുദ്ധിമുട്ട്? ആരും ബുദ്ധിമുട്ടിക്കുന്നവരല്ല. അമ്മമാരുടെ ഡിപ്ലോമസിയാണ് കേട്ടോ. അന്ന് എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ വേറെ ആൾ ചോദിക്കുമ്പോൾ അത് വല്ല അസുഖങ്ങൾ വന്നാലത്തെ ബുദ്ധിമുട്ടല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അമ്മ പറയുള്ളൂ. ഇനി അങ്ങനെ പറയാലോ. യെസ്. അപ്പൊ അമ്മ, ഈ പാട്ട് എനിക്ക് തോന്നുന്നു ഹരിയേട്ടനെ ആ ഒരു കിട്ടിയിരിക്കണത് അമ്മയെന്നാണ് അല്ലേ? അമ്മ അങ്ങനെ പാട്ട് പാടുന്നിടയ്ക്ക് ഞാനൊരു കണ്ടുവരുന്നു. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും പാട്ടുകാരാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പാടും, അമ്മയുടെ ചേട്ടൻ പാടും. ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ കൂടുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി പാട്ട് പാടാം. അപ്പൊ അതില് ഹരിക്ക് അതില് ഉണ്ട്. ഇല്ല, ഞാൻ പാട്ട് പാടില്ല. പാടല്ല, അധികം കൊട്ടല അധികം ഉണ്ടാവും. താളം പിടിക്കല അധികം. പക്ഷെ പാട്ട് പാടില്ലേ ഹരിയേട്ടൻ? പാട്ട് പാടാറില്ലേ? ചെറിയതൊക്കെ ആയിട്ട് സാധാരണയൊക്കെ പാടുന്നല്ലാതെ. കണ്ടോ, അമ്മയുടെ ശരി, സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അമ്മ, ഇപ്പൊ ഹരിയേട്ടന്റെ പാട്ടുകളിൽ ചോദിച്ചാൽ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റുക? ജീവാംശമായി തന്നെ. അതെന്താ അതിനോടൊരു പ്രത്യേക ഇഷ്ടം? എന്താ ചോദിച്ചാൽ ഇഷ്ടമുണ്ട്. ഹരിയേട്ടന്റെ പാട്ട് പാടാറുണ്ടോ? ഈ കുടുംബ സദസ്സിലൊക്കെ വരുമ്പോ ഹരിയേട്ടന്റെ പാട്ടിന്റെ ഒരു ടോപ്പ് പ്രയോറിറ്റി ഉണ്ടോ? നമ്മുടെ കുട്ടിയുടെ പാട്ടാന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ല, അവിടെയും അവഗണനയാ. കിട്ടാറില്ല അല്ല? അമ്മയ്ക്ക് എങ്ങനെയാ പാട്ട് പാടുമ്പോ ഹരിയേട്ടന്റെ പാട്ട് പാടും? അല്ല, അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പാടുന്നതിനൊക്കെ പാടും. അത് ശരി. അല്ലാതെ വീട്ടില് ഞങ്ങള് വല്ലതാകുമ്പോ പാടാന്നല്ലാതെ ഇല്ല. അല്ല. ശരി ശരി ശരി. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പൊ ബന്ധുക്കളൊക്കെ വരുമ്പോ ഹരിയുടെ പാട്ടാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോറിറ്റി കിട്ടാറുണ്ടാവില്ലേ ഗാന സദസ്സുകളിൽ? കുട്ടിക്കാലത്ത് തന്നെ പാരഡി ഉണ്ടാക്കി പാടുക, അതൊക്കെയാണ് അധികം. പാരഡി പാട്ടാണ് അന്നൊക്കെ കുട്ടിയിൽ തൊട്ടന്നെ തുടങ്ങിയിരുന്നത്. അത് ശരി. അപ്പോഴേ പാട്ടിനോടുള്ള. അമ്മ, ഞങ്ങൾക്കൊരു പാട്ട് പാടി തരാമോ? അമ്മ ഒരു ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്. പൂവിട്ടു 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 നിൽക്കുന്ന പൂത്തിരുവാതിര രാത്രി, പൊന്നമ്പിളിക്കല ചൂടുന്ന ദേവന് പൂമാല ചാർത്തിച്ച രാത്രി, ശൈലജ പൂമാല ചാർത്തിച്ച രാത്രി. നന്നായിട്ടുണ്ട് അമ്മ. അപ്പോൾ ഈ പാട്ടേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്രയും നല്ല പാട്ട് പാടുന്ന ഒരു അമ്മയുടെ മകൻ എന്തായാലും പാട്ടിൻ്റെ മേഖലയിലേക്ക് ഇനി എത്തും എന്നറിയാം. പക്ഷെ ഒരു പാട്ടൊന്നും പാടാത്തതിലൊരു വിഷമമുണ്ടോ അമ്മയ്ക്ക്? മകൻ പാട്ടൊന്നും പാടുന്നില്ല. ഞങ്ങൾക്ക് കേൾക്കാനൊക്കെ പാടും. മകൻ പാടി കഴിഞ്ഞാലേ അമ്മയ്ക്ക് വിഷമമുള്ളൂ. അതൊന്നുമല്ല, ഞങ്ങൾക്ക് കേൾക്കാനൊക്കെ പാടും. നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല. പാട്ട് അമ്മായി സദസ്സിൽ പാടില്ല എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് കേൾക്കാൻ പാടാറുണ്ട്. അതപ്പോൾ അമ്മ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാർക്കും മക്കൾക്കൊരു സർക്കാർ ഉദ്യോഗം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവൻ്റെ ജീവിതം അങ്ങോട്ട് സന്തോഷമാവും സമാധാനം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പം അതൊക്കെ കളഞ്ഞിട്ട് വരുമ്പോൾ എന്താ ഈ കുട്ടി കാണിക്കുന്നത് എന്ന് തോന്നിയിരുന്നോ?
എനിക്ക് സത്യം സത്യം എനിക്ക് ഗവൺമെന്റ് ഉദ്യോഗത്തിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, അത് വേണമെന്ന്. അത്ര ഉണ്ടായിട്ട്. അല്ലെ അപ്പൊ ഈ ഉദ്യോഗമൊക്കെ വിട്ട് വന്നപ്പോ കരുതിയോ ഈ കുട്ടി ഇതെന്താ കാണിക്കുന്നത്, ജീവിതം ആകെ നശിപ്പിക്കുവോ എന്നൊക്കെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടല്ല. തോന്നി തോന്നി അതൊക്കെ സമ്മതിക്കൂ, തോന്നി. എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ അമ്മ ഇപ്പൊ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിനോടൊക്കെ, എനിക്കൊരു സർക്കാർ ജോലി വാങ്ങണതാണ് ഇഷ്ടം എന്നൊക്കെ. ഇപ്പൊ അമ്മ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയണതാണ്. അല്ല സത്യം, അങ്ങനെയല്ലേ വിചാരിക്കുക, ഭാവിയില് സർക്കാർ ജോലി ആയാലല്ലേ പെൻഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കൂടാതെ കഴിയാന്നല്ലേ നിരീക്കുക. പിന്നെ എപ്പോഴാ ഒരു സമാധാനായത്? ആള് കുഴപ്പമില്ല ഇതൊരു കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം, മടി പിടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണഗതിയിൽ ഒരമ്മമാർക്ക് കുട്ടികൾ മടി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, മടി പിടിച്ചിരിക്കുന്നത് പോയിട്ട് ഇരിക്കുന്നത് പോലും ഇഷ്ടമല്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് ചെയ്ത് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു മടിയനായ പുത്രനെ എങ്ങനെ മാനേജ് ചെയ്ത് മേയിച്ചുകൊണ്ട് പോയി? ഞാൻ മടിയനായെന്നാണ് പറഞ്ഞത് കേട്ടോ, മടിയനായെന്നല്ല. രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല, മടിയനായ പുത്രനെ മാനേജ് ചെയ്യുന്ന അമ്മയാണ്. അത് ശരി തന്നെയാണ്. ഭക്ഷണം അകത്ത് ചെല്ലണമെങ്കിൽ ഞാൻ ഒപ്പം ഉണ്ടാവണം. എന്താ വെച്ചാ ഓരോന്നും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഫോൺ വെച്ചുകൊണ്ടാണ് എപ്പോഴും കഴിക്കുക. അപ്പൊ ഞാനത് നോക്കി കണ്ടറിഞ്ഞ് ദോശ എന്താ വെച്ചാ അത് ഊട് കഴിക്കുകയാണെങ്കിൽ വേണ്ടത് നോക്കി. എത്ര പ്രായം വരെ ചോറ് വാരി കൊടുത്തിട്ടുണ്ട്? ചോറ് വാരി തരുന്നില്ല. അതിനന്ന് വേറെ ആൾക്കാരുണ്ടായിരുന്നു, എന്താ സഹോദരി ഉണ്ടായിരുന്നു, വേറെ അവർക്ക് സ്വന്തം മകനെ പോലെ നോക്കിയായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലേക്ക് അത്ര ഭാരം ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോ ആളുകൾ ഇങ്ങനെ ഇപ്പൊ വന്നിട്ട് ഹരിയുടെ പാട്ട് കേട്ട് നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. അത് സന്തോഷമുണ്ട് അല്ലേ? ഇങ്ങനെ തന്നെ അങ്ങ് പോവാനാണ് അതില് അഭിമാനിക്കല്ലേ. പിന്നെ അമ്മ വിഷു ആണ്. അപ്പോൾ നമുക്ക് ഈ പഴയ കാലത്തെ ഒരു വിഷു എന്ന് പറയുമ്പോൾ കണിവെക്കാണ് പ്രധാനം. ഇന്നും അതേ ചിട്ടകളോടെയൊക്കെ നടന്നു വരുന്നുണ്ടോ കാര്യങ്ങൾ? അത് മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് ഇപ്പോഴും മാറ്റമില്ല. പഴയ ചിട്ട പോലെ അച്ഛനാണ് ഞങ്ങൾക്കൊക്കെ ബിസ്ക്കറ്റും തരുക, ഹരിയുടെ അച്ഛനാണ്. വേറെ ആരും അങ്ങനെ വേറെ കൊടുക്കില്ല. ഞങ്ങൾ കൂട്ടുകുടുംബമായി ഇരിക്കുകയായിരുന്നല്ലോ, അപ്പൊ എല്ലാവർക്കും അച്ഛൻ കൊടുക്കണതേ ഉള്ളൂ. ബിസ്ക്കറ്റ് അച്ഛൻ കൊടുക്കും, എല്ലാവർക്കും അത് തന്നെ ഉള്ളൂ. ഇന്നും അതേപോലെ തന്നെയാ ഞങ്ങൾക്ക്. ഇന്നും അതെ, വിഷുവിന് കഞ്ഞി പുഴുക്ക് അങ്ങനെയൊക്കെ തന്നെ എപ്പോഴും ആ രീതി. അതിപ്പോഴും ഹരിക്കും അത് വേണ്ടെന്ന് തോന്നിയിട്ടില്ല. എല്ലാവരും ഉച്ചയ്ക്ക് അങ്ങനെയുള്ളൂ. അപ്പൊ ഞങ്ങള് വേറെ ഇരുന്നാലും ശരി, എല്ലാ സ്ഥലത്തും അങ്ങനെയാ. ഉച്ചക്ക് കഞ്ഞി അതിന് മാറ്റം പറ്റിയില്ല. വിഷുവിന്റെ അന്നത്തെ ചിട്ടകൾക്ക് ഒരു മാറ്റവും ഇല്ല, ഒക്കെ ഇതേപോലെ തന്നെ എപ്പോഴും. ഉച്ചക്ക് കഞ്ഞി വെക്കും, വൈകുന്നേരം സദ്യ. പണ്ട് അങ്ങനെയാണ്. അതേപോലെ തന്നെ ആ ചിട്ട തന്നെ എപ്പോഴും ഇവിടെ ഉള്ളൂ. സോ അമ്മ ഹരിയേട്ടാ, താങ്ക് യു ഇത്ര നേരം ഞങ്ങളെ സഹിച്ചതിന്. വിഷു ആശംസകൾ. സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ ഈ വർഷം. തിരിച്ചും വിഷു ആശംസകൾ. എല്ലാവർക്കും മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.